ദൈവത്തിന്റെ മക്കളുടെ ശുശ്രൂഷയിൽ രോഗശാന്തി വെളിപ്പെട്ടാൽ സഭകൾ വളരുവാനിടയാകും. വീര്യപ്രവർത്തികൾ വെളിപ്പെട്ടാൽ സഭകൾ വളരുവാനിടയാകും. നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് ശക്തി ഉണ്ടെന്ന് ലോകം മനസ്സിലാക്കുവാനിടയാകും. നമ്മൾ പ്രസംഗിക്കുന്ന യേശുവിന് ശക്തി ഉണ്ടെന്ന് ലോകം മനസ്സിലാക്കുവാനിടയാകും. ആരല്ല രോഗശാന്തിയെ അവഹേളിച്ചുകൊണ്ട് എവിടെല്ലാം പറഞ്ഞാലോ ദൈവത്തിന്റെ ദാസനെ പ്രാർത്ഥന നിർത്തരുത്. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം കിട്ടിയ ആയിരക്കണക്കിന് ആളുകൾ ഈ പന്തലിലുണ്ട്. അവർക്കെല്ലാവർക്കും കൈയുയർത്തി അവർക്ക് പറയാൻ കഴിയോ, മരുന്നല്ല ഞങ്ങൾക്ക് സൗഖ്യം തന്നത്, ഡോക്ടറല്ല ഞങ്ങൾക്ക് സൗഖ്യം തന്നത്, യേശുവാണ് സൗഖ്യം തന്നത്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ലഭിച്ചിട്ടുള്ള ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വീര്യപ്രവർത്തികൾ, അസാധാരണമായ കാര്യങ്ങൾ ദൈവമക്കളിൽ കൂടെ നടക്കുന്ന കാണുമ്പോൾ ജനങ്ങൾ വിടുതൽ പ്രാപിക്കോ, ജനങ്ങൾ മുമ്പോട്ട് വരുവാനിടയാകും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട മറ്റൊരു കാര്യം, റാത്തൽ നമുക്ക് തന്നിട്ടുണ്ട്, അത് ഇൻവെസ്റ്റ് ചെയ്യണം. താലന്ത് നമുക്ക് തന്നിട്ടുണ്ട്, അത് ഇൻവെസ്റ്റ് ചെയ്യണം. റാത്തലിന്റെ ഉപമയും താലന്തിന്റെ ഉപമയും രണ്ടാണ്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കാൻ രണ്ടും ഒന്നാണെന്നാ. രണ്ടും രണ്ട് ഉപമകളാണ്. എന്നാൽ രണ്ട് ഉപമകൾ തമ്മിൽ വളരെ സാമ്യമുണ്ട്. 10 റാത്തൽ 10 പേർക്ക് ഓരോ റാത്തൽ വെച്ച് കൊടുത്തു, എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു. എന്നാൽ താലന്ത് ഒരുപോലെയല്ല, പ്രാപ്തി അനുസരിച്ചാണ്. ചിലർക്ക് 5 കൊടുത്തു, ചിലർക്ക് 2 കൊടുത്തു, ചിലർക്ക് 1 കൊടുത്തു. എന്നാൽ ഇവരെ കുറിച്ചെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, യജമാനന് ലാഭം ഉണ്ടാക്കണം. പ്രൈസ് ദി ലോർഡ്. റാത്തൽ എന്താണെന്ന് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി 1-ാം ദിവസം ഇവിടെ പറഞ്ഞല്ലോ. റാത്തൽ വെള്ളി വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത്. റാത്തൽ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ട് റാത്തൽ വീണ്ടെടുപ്പിന് സുവിശേഷമാണ്. എല്ലാ ദൈവമക്കൾക്കും ഒരേ സുവിശേഷമാണ് ദൈവം നൽകിയിരിക്കുന്നത്. ആ സുവിശേഷ ദൈവമക്കൾ പ്രസംഗിച്ചാൽ 5 കൂടെ നേടാൻ കഴിയുന്നെങ്കിൽ, 5 വീണ്ടെടുക്കപ്പെട്ടവരെ ദൈവസ്ഥനിൽ കാഴ്ചവെക്കാൻ കഴിയുന്നെങ്കിൽ, 10 വീണ്ടെടുക്കപ്പെട്ടവരെ ദൈവസ്ഥനിൽ കാഴ്ചവെക്കാൻ കഴിയുന്നെങ്കിൽ, അവരെ 5 പട്ടണത്തിന്, അവരെ 10 പട്ടണത്തിന് അധിപതികളാക്കിയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ പലരും ആയിരക്കണക്കിന് ആത്മാക്കളെ സുവിശേഷം അറിയിച്ച് നേടിയവരാണ്. ഞാൻ വിശ്വസിക്കുന്നു 1000 ആണ്ട് വാഴ്ചയിൽ ആയിരക്കണക്കിന് ഗ്രാമങ്ങളുള്ള പട്ടണങ്ങളുള്ള ചില വലിയ രാജ്യങ്ങളുടെ അധികാരം ദൈവർക്ക് കൊടുക്കാൻ പോകുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയോ? നീ എത്ര പേരെ നേടിയോ അതനുസരിച്ചാണ് ദൈവം നിനക്ക് അധികാരം തരാൻ പോകുന്നത്. എന്നാൽ താലന്ത് എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തരുടെ പ്രാപ്തി അനുസരിച്ച് തന്നിരിക്കുന്നു. ആ താലന്ത് വ്യാപാരം ചെയ്യണം. 5 കിട്ടിയവൻ, 2 കിട്ടിയവൻ, 1 കിട്ടിയവൻ, എല്ലാവരെ കുറിച്ച് യജമാനന്റെ താല്പര്യം വ്യാപാരം ചെയ്യണം. എന്നാൽ നമുക്കറിയാം, റാത്തൽ കൊടുത്തവർക്കും താലന്ത് കൊടുത്തവർക്കും 5 കൊടുത്തവർക്കോ 2 കൊടുത്തവർക്കോ 1 കൊടുത്തവർക്കും എല്ലാം ഒരേ സമയമേ കിട്ടിയുള്ളൂ. എല്ലാവർക്കും ഒരേ സമയം. എന്നാൽ ആ സമയം തക്കത്തിൽ വിനിയോഗിക്കുവാൻ ചില ആളുകൾ തയ്യാറായപ്പോൾ ഒരു റാത്തൽ കിട്ടിയ ഒരുവൻ അത് റൂമാരി കെട്ടിവെച്ചു. അവരെ വിളിച്ച ദുഷ്ടദാസനെ എന്നാണ്. അത് ഒരു താലത്തിൽ ലഭിച്ചവൻ ഒരു കുഴിയെടുത്ത് അത് കുഴിച്ചിട്ടു. അവരെ വിളിച്ചത് ദുഷ്ടനോ മടിയനുമായ ദാസനെ എന്നാണ്. താലന്തുകൾ ദൈവം തന്നത് മൂടി വയ്ക്കുവാനല്ല, അത് യജമാനന് ലാഭം ഉണ്ടാക്കുവാൻ, ദൈവസഭയുടെ യാത്രയ്ക്ക് വേണ്ടി താലന്ത് ഉപയോഗിക്കുവാനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്? 2 കാര്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒന്ന്, സമർപ്പണമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. 2, ദർശനമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവവേലയ്ക്ക് വേണ്ടി എല്ലാവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. കഴിയുന്നവരൊക്കെ സമർപ്പണമുള്ളവരാ. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ ഒരു ദൈവത്തിന്റെ ദാസൻ ദൈവവേലയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. ആ ദൈവദാസൻ തന്റെ ആയുസ്, തന്റെ ആരോഗ്യം, തന്റെ ബുദ്ധി, തന്റെ അറിവ്, തന്റെ വിദ്യാഭ്യാസം, തന്റെ പണം തനിക്ക് ദൈവം കൊടുത്തതല്ലോ ദൈവസഭയ്ക്ക് വേണ്ടി യെരൂശലേം മുതൽ ഇല്ലൂരിയ ദേശം വരെ ചുറ്റി സഞ്ചരിച്ച് ദൈവത്തിന്റെ ആ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവത്തിന്റെ ദാസൻ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് കഴിഞ്ഞു? സമർപ്പണമുള്ളവൻ.
എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് കർത്താവായ യേശു എനിക്ക് തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ ഉള്ളൂ. എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. സകലത്തെ ലാഭമായതിനും ഒക്കെ ഞാൻ ഛേദമെന്നിടുകയാണ്. ലാഭത്തിന് പുറകെ ഓടുമ്പോൾ ദൈവദാസൻ വിളിച്ചു പറയുക, ഞാൻ ലാഭത്തിന് പുറകെ ഓടുന്നവരല്ല, ലാഭമായതിന് ഛേദമെന്നിടുന്നവരാണ്. വല്ല വിധേനയും മരിച്ചവിടെ പുനരുത്ഥാനം പ്രാപിക്കേണ്ടതിന് ഞാൻ സകലത്തെ ത്യജിച്ച് ചവറന്നിടുന്നു. അതേ സമ്പൂർണമായി സമർപ്പണം. ജീവനെ പോലും വിലയേറിയതായി കാണാതെ എന്നെ അകറ്റാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല. എന്റെ യേശുവിൽ നിന്ന്, എന്റെ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പണത്തോട് മുമ്പോട്ട് പോയ ആ ദൈവദാസന്റെ ഇൻവെസ്റ്റ്മെന്റ് ചെറുതായിരുന്നില്ല. അതുകൊണ്ട് തനിക്ക് നഷ്ടം വന്നില്ല. തന്റെ ജീവിതകാലത്ത് തന്നെ നൂറുകണക്കിന് ആത്മാക്കളെ, നൂറുകണക്കിന് സഭകളെ തനിക്ക് കാണുവാൻ തക്കവണ്ണം ദൈവം ഭാഗ്യം കൊടുത്തെങ്കിൽ, ദൈവദാസനെ നീ ദൈവസഭയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവനാണെങ്കിൽ നിന്നെ കണ്ണടയുന്നതിന് മുമ്പ് 1000 ദൈവത്തിന്റെ മക്കളെ നീ കണ്ട് സന്തോഷിക്കാൻ പോകുക. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവനാമത്തിന് വേണ്ടി ചെലവിടുന്നതൊന്നും നഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ കൊടുക്കുന്നതല്ല, നമ്മൾ ചെയ്യുന്നതല്ല. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം തന്നതാ. നമ്മുടെ ശരീരം ദൈവം സൃഷ്ടിച്ചതാ. നമ്മുടെ ബുദ്ധി ദൈവം തന്നതാ. നമ്മുടെ കഴിവ് ദൈവം തന്നതാ. നമ്മുടെ പണം ദൈവം തന്നതാ. നമ്മുടെ സമയം ദൈവം തന്നതാ. നമ്മുടെ ആരോഗ്യം ദൈവം തന്നതാ. ഭാഷാജ്ഞാനം ദൈവം തന്നതാ. നമുക്കുള്ളതെല്ലാം ദൈവം തന്നതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനേർക്ക് പാടാൻ കഴിവില്ല, നിനക്ക് കൃപ ദൈവം തന്നതാണ്. അനേർക്ക് പ്രസംഗിക്കാൻ കഴിവില്ല, ദൈവം തന്നതാണ്. അനേർക്ക് ദൈവം നിനക്ക് കൊടുക്കാൻ മനസ്സില്ല, ദൈവം തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? തന്നതൊന്നും എന്റേതല്ല, ഞാൻ കൊടുത്തതൊന്നും എന്റേതല്ല, ഞാൻ കൊടുത്തതൊന്നും എന്റേതല്ല. എന്റെ ദൈവം തന്നതേ ഉള്ളൂ. എന്റെ ദൈവത്തിന് പ്രാപിച്ച് എന്റെ ദൈവത്തിന് വേണ്ടി കൊടുത്തതേ ഉള്ളൂ. ഞാൻ ഇത്ര കൊടുത്തെന്ന് ആർക്കും വീം പഠിക്കാൻ ഒരു യോഗ്യതയുമില്ല. നീ കൊടുത്തെങ്കിൽ നിന്റേതല്ല, ദൈവം തന്നത് കൊടുത്തതാണ്. എത്ര പേർക്ക് അത് പറയാൻ കഴിയോ? ഞാൻ കൊടുത്തതല്ല, ദൈവം തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ റീസോഴ്സസ് അല്ല, ദൈവം തന്നതാണെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? നമ്മുടെ താലന്തായാലും, നമ്മുടെ കൃപകളായാലും, നമ്മുടെ കൃപാവരങ്ങളായാലും, നമ്മുടെ പണമായാലും, നമ്മുടെ സമയമായാലും, നമ്മുടെ ആരോഗ്യമായാലും എല്ലാം ദൈവം തന്നത്. പ്രൈസ് ദി ലോർഡ്. ദർശനമുള്ളവർക്ക് നമ്മുടെ കർത്താവിന് വലിയ ദർശനമുണ്ടായിരുന്നു. കർത്താവിന് വലിയ ദർശനമുണ്ടാകരുത്. തന്റെ ഭാവിയെക്കുറിച്ച് വലിയ ദർശനമുണ്ടായിരുന്നു. തന്റെ പ്രയത്നത്തിന്റെ ഫലം താൻ കാണുമെന്ന് ഉള്ള ഉറപ്പ് തനിക്കുണ്ടായിരുന്നു. കാൽവറിൽ അതിവേദനപ്പെടുമ്പോഴും താൻ ഒരു കാഴ്ച കണ്ടു. തന്നെ സേവിക്കുന്ന ഒരു ജന, തന്നെ അന്വേഷിക്കുന്ന ഒരു ജന, തന്നെ ആരാധിക്കുന്ന ഒരു ജന. വളരെ ഇൻവെസ്റ്റ്മെന്റുകൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു, ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തു. എപ്പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 2 ഉപമ കർത്താവ് പഠിപ്പിച്ചു. സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ഉപമയാണ്. ആ മനുഷ്യൻ ആരാ? ആ മനുഷ്യൻ നിധിക്ക് വേണ്ടി എല്ലാം കൊടുത്ത മനുഷ്യൻ. അതേ രത്നത്തിന് വേണ്ടി എല്ലാം കൊടുത്ത ആരാ? ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഉപമയാണെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി എല്ലാം കൊടുത്ത ഒരൊറ്റയാളേ ഉള്ളൂ. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളൊക്കെ പലതും കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്നവരൊക്കെ പലതും കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊടുത്ത ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തെ പിതാവിനോടുള്ള സമത്വം തനിക്കുണ്ടായിരുന്നു, അത് ദൈവസഭയ്ക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറായി. ആരാധന തനിക്കുണ്ടായിരുന്നു, അത് ദൈവസഭയ്ക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറായി. സിംഹാസനം തനിക്കുണ്ടായിരുന്നു, ദൈവസഭയ്ക്ക് വേണ്ടി അത് കൊടുക്കാൻ തയ്യാറായി.
നമ്മുടെ കർത്താവ് മഹാസമ്പന്നനായിരുന്നു. നമ്മെ സമ്പന്നരാക്കുവാൻ അവൻ ദരിദ്രനായി തീരുവാൻ തയ്യാറായി. ദരിദ്ര കുടുംബത്തിൽ നമ്മുടെ കർത്താവ് കടന്നു വന്നു. നമ്മുടെ കർത്താവ് ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലായിരുന്നു. ഒരു ദരിദ്രനായി തീർന്നു. എല്ലാം ഉണ്ടായിരുന്നവൻ മഹാസമ്പന്നൻ. ദൈവരാജ്യത്തിന് വേണ്ടി ഓരോന്നും കൊടുക്കാൻ തയ്യാറായപ്പോൾ ദരിദ്രനായി തീർന്നു. സ്വന്തമായൊരു പടയില്ലായിരുന്നു, സ്വന്തമായൊരു വാഹനമില്ല, മൃഗമില്ലായിരുന്നു. സ്വന്തമെന്ന് പറയാൻ ആരോ കൊടുത്തു ഒരു അങ്കി ഉണ്ടായിരുന്നു, അത് പടയാളികൾക്ക് കൊടുത്തു. സ്വന്തമെന്ന് പറയാൻ ഒരമ്മയുണ്ടായിരുന്നു, അവർ ശിക്ഷന് കൊടുത്തു. സ്വന്തമെന്ന് പറയാൻ ഒടുവിൽ ചങ്കിലെ ജീവൻ മാത്രം കാൽവരി ക്രൂശില് തനിക്കുണ്ടായിരുന്ന എല്ലാ ലോകമാകുന്ന വയലിന് വേണ്ടി കൊടുത്തു. വാസ്തവത്തിൽ ലോകത്തിന് വേണ്ടിയല്ല കൊടുത്തത്. ഈ വയലിനകത്ത് ദൈവസഭയാകുന്ന ഒരു നിധിയെ കണ്ടുകൊണ്ട്, ദൈവസഭയാകുന്ന ഒരു രക്തത്തെ കണ്ടുകൊണ്ട് താൻ കൊടുത്തതല്ല. ദൈവസഭയാകുന്ന രക്തത്തിന് വേണ്ടിയായിരുന്നു, ദൈവസഭയാകുന്ന നിധിക്ക് വേണ്ടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രതിഫലം കാണാൻ കഴിയുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മോശയെക്കുറിച്ച് ദേവദാസ് പറഞ്ഞല്ലോ, ഒരു പ്രതിഫലം കണ്ടതുകൊണ്ട് പല കാര്യങ്ങൾ തനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. പർവ്വതപുത്രയുടെ മകനെന്നുള്ള സ്ഥാനം, ആ ഇസ്രായേലിലെ നിക്ഷേപം, തനിക്കുണ്ടായിരുന്ന കഴിവും പ്രാപ്തികളുമെല്ലാം ദൈവജനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുവാൻ മോശ തയ്യാറായി. പ്രതിഫലം കാണുന്ന ദൈവത്തിന്റെ മക്കളെല്ലാം ദൈവ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാ. എത്ര പേർക്ക് പ്രതിഫലം കാണുവാൻ കഴിയുന്നുണ്ട്? മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവിന്റെ നാമത്തിൽ സകലം ചെയ്യണ ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലോ തന്റെ നാമത്തോട് കാണിക്കുന്ന ആദരവിനെ മറന്നു കളവാൻ തക്കവണ്ണം ദൈവ അനീതിയുള്ള ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വൈദ്യരെ നിന്റെ കൈ ഇളക്കരുത്. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്ക്, വൈകുന്നേരത്തിന്റെ കൈ ഇളക്കരുത്. മേഘത്തെ നോക്കരുത്, മഴയെ നോക്കരുത്, കാറ്റിനെ നോക്കരുത്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറി. ഏറെ നാൾ കഴിഞ്ഞിട്ട് മടക്കി കിട്ടാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. തലകളെ ഉടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം എത്ര പേരൊരു തീരുമാനമെടുക്കും? കർത്താവേ, എന്നെയും എനിക്കുള്ള സകലത്തെയുമല്ല, എനിക്കുള്ള സകലത്തെ നീ എനിക്ക് തന്നതല്ല. അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ഞാൻ ചെലവഴിക്കുമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? തീരുമാനിക്കാൻ കഴിയുന്നവർ കർത്താവേ, ഇൻവെസ്റ്റ്മെന്റിന്റെ ആ ശ്രേഷ്ഠത വേണ്ട വിധത്തെ ഞാൻ ചിന്തിച്ചില്ല. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കുന്നു. കൈയുയർത്താൻ താല്പര്യമുള്ളവരല്ല, കൈയുയർത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചതിനേക്കാൾ ഉപരിയായി എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന് പറയാൻ താല്പര്യപ്പെടുന്നവർ കൈയുയർത്തിക്കൊണ്ട് ഒരുമിച്ച് നമുക്ക് പറയാം, സർവവും എന്നേശുനാഥനായി സമർപ്പണം ഞാൻ ചെയ്യുന്നു. എന്റെ ബുദ്ധിയോ എന്റെ ശക്തിയോ നീ എനിക്ക് തന്നതൊക്കെയോ, എന്റെ സമ്പത്തോ എന്റെ ധനവോ നീ എനിക്ക് തന്നതൊക്കെയോ, എന്റെ കീർത്തിയോ എന്റെ പുകഴ്ചയോ നീ എനിക്ക് തന്നതൊക്കെയോ. എത്ര പേർക്ക് പറയാൻ കഴിയോ? എത്ര പേർക്ക് പറയാൻ കഴിയോ? കർത്താവേ, എനിക്ക് തന്നതൊക്കെയോ, എനിക്ക് തന്നതൊക്കെയോ അങ്ങയുടെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ വിനിയോഗിക്കുമെന്ന് ഉറച്ച തീരുമാനമെടുക്കുന്നവർ കരങ്ങൾ ശക്തിയോട് തട്ടി നമ്മുടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. മഹാപ്രതിഫല. അതെ, ഇതാ ഞാൻ വരുന്നു. ഓരോരുത്തര് അവരെ പ്രവർത്തിക്കുന്നതോടെ കൊടുക്കുവാൻ പ്രതിഫലം എന്റെ മക്കളുണ്ട്. നീ ചെയ്യുന്നത് സഭ കണ്ടെന്ന് വരികയില്ല, പാസ്റ്റർമാർ കണ്ടെന്ന് വരികയില്ല, നീ ചെയ്യുന്നത് നേതാക്കന്മാർ കണ്ടെന്ന് വരികയില്ല. കാണുന്ന ഒരു ദൈവമുണ്ട്. അമർത്തി കുലുക്കി കവി നളവ് നൽകിയ ദൈവം ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.